ഇത്രയും റിസൾട്ട് സീസൺ വെച്ച് എനിക്ക് നല്ലത് എന്ന് തോന്നിയ 10 സ്മോൾ ക്യാപ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് നിങ്ങളോട് പറയുന്നത്. സോ എനിക്ക് നല്ലതെന്ന് തോന്നിയുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാകണമെന്നില്ല. എന്നെക്കാളും നല്ല സ്റ്റോക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾ എന്താ പറയണ്ടേ ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായും കിട്ടും ശരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിന് യാതൊരു ആധികാരികതയും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് നല്ലത് എന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ രണ്ടാമത്തെ കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. കാരണം സ്മോൾ ക്യാപ്പാണ്, മേടെങ്കിലൊന്ന് കീറിയതിന് ശേഷം അതിനേക്കാൾ സ്പീഡിൽ താഴെ പോകാം. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിലും അതിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ റിസൾട്ട് തന്നിട്ട് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് അതിനേക്കാൾ സ്പീഡിൽ താഴെ പോയ പല സ്മോൾ ക്യാപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും. അപ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ചലഞ്ചാണ് സ്മോൾ ക്യാപ്പ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്മോൾ ക്യാപ്പിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ലാർജ് ക്യാപ്പിൽ മിഡ് ക്യാപ്പിൽ പൊസിഷൻ ചെയ്യുക. അതാണ് ബേസിക്കലി സേഫ് ആയിട്ടുള്ള സംഗതി. അതുകൊണ്ട് തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങളുടെ ഇവാലുവേഷൻ നടത്തി നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൂട്ടബിളായിട്ട് ചേരുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും. നമ്മൾ റിസൾട്ട് സീസണിന്റെ ലാസ്റ്റ് ഏകദേശം ഒരു 90% കഴിഞ്ഞു ശരിക്കും. ഇനി ഒരു 10% കൂടെ ഉള്ളൂ. ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളും വന്നു കഴിഞ്ഞു. ഇനി ഈ ആഴ്ച കൊണ്ടും മാക്സ് അടുത്ത ആഴ്ച കൊണ്ടും എല്ലാ നല്ല കമ്പനികളിലും റിസൾട്ട് വന്നിരിക്കും ശരിക്കും. സോ ഹാർഡ്ലി ഒരു 10-12 ദിവസം കൂടെ കൂട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇത് കുറച്ച് ലെങ്തിയാണ്. കാരണം ഇതിൻ്റെ അകത്ത് 10 സ്റ്റോക്കുകളിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത് 10 സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ടെലഗ്രാം ചാനലിലെ പേര് ബെഞ്ച് മാർക്സ് എന്നാണ്, MAARKS എന്നാണ്. ഞാൻ അതിൻ്റെ അകത്ത് ലേണിംഗ് ഇൻപുട്സ് ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇന്റർഡേ ട്രേഡ്സിലാണ് കൂടുതൽ ഫോക്കസ്ഡ്. കാര്യം മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ച്ഡ് ആണ് ശരിക്കും. സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ട്രേഡ് മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ച്ഡ് ആകുമ്പോൾ നമ്മൾ ഇൻട്രാഡേയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്ന ഇൻട്രാഡേയുടെ എന്താ പറയട്ടെ അതിന്റെ ട്രേഡ്സിന്റെ ഡീറ്റെയിൽ ഞാൻ ടെലഗ്രാമിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എൻട്രി പ്രൈസ്, എക്സിറ്റ് പ്രൈസ്, ആ ബ്രോക്കർ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ പേജ് അതേപോലെ കോപ്പി ചെയ്തിടുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഷെയർസും പ്രോഫിറ്റും മാത്രമേ ഉള്ളൂ ഞാൻ അതിൻ്റെ അകത്ത് ഡാർക്കൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻട്രി പ്രൈസും എക്സിറ്റ് പ്രൈസും കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്ത് പ്രൈസ് ആക്ഷനിലാണ് ഈ ട്രേഡ് എടുക്കാൻ കാര്യമെന്നുള്ള ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് റെക്കമെൻഡേഷൻ ആയിട്ടല്ല ഷെയർ ചെയ്യുന്നത്, ട്രേഡ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കിയാൽ പ്രൈസ് ആക്ഷൻ എന്താണ് യൂസ് ചെയ്തത്. കാര്യം ഞാൻ എന്റെ ട്രേഡ്സിലൊന്നും വലുതായിട്ട് ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. എസ്പെഷ്യലി ഇൻട്രാഡേയിൽ ഒരു ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യാറില്ല. ഉള്ളി പ്രൈസ് ആക്ഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡിന്റെ ഡീറ്റെയിലും ഷെയർ ചെയ്യും. അതുപോലെ തന്നെ എന്ത് പ്രൈസ് ആക്ഷനിലാണ് ആ ട്രേഡ് എടുത്തതെന്നുള്ള ഡീറ്റെയിലും ഷെയർ ചെയ്യാറുണ്ട്. ലേണിംഗ് ഇൻപുട്ട് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. ഒരിക്കലും നിങ്ങൾ റെക്കമെൻഡേഷൻ എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോൾ t.me/benchmarks എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ പറയുന്ന പോലെ തന്നെ റിസൾട്ട് വന്ന് കുറച്ച് ഇൻപുട്സ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം ശരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ. നിങ്ങൾ കുറെ അനലൈസ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയേക്കാം ശരിക്കും. നിങ്ങളുടെ കൺവിക്ഷൻ പാർട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കാനേ പാടില്ല. ഫസ്റ്റ് കമ്പനി MPS ആണ് ശരിക്കും. വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ട് കൊടുത്ത കമ്പനിയാണ് MPS. MPS is a premium B2B learning and platform solution കമ്പനിയാണ് that pervades the education, research and corporate markets in their quest to engage with their learners more meaningfully. കമ്പനിയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്ലാറ്റ്ഫോം ആണ്, കമ്പലിംഗ് വാല്യൂ പ്രൊപ്പോസിഷൻ ആണ്, റോബസ്റ്റ് ഇൻഡസ്ട്രി ഡ്രൈവേഴ്സ് ആണ്, ട്രമെൻഡസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ശരിക്കും. റിട്ടേൺ കൊടുത്തിരിക്കുന്നത് 37,000 lakhs ആണ് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത്. ബൈബാക്ക് ആയിട്ട്, ഡിവിഡൻഡ് ആയിട്ട് ഓരോ കൊല്ലം കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ 22, 21, 20, 19, 18 ശരി. കമ്പനി കൊടുത്തിരിക്കുന്നത് ഹയസ്റ്റ് ക്വാർട്ടർലി EPS ആണ് കമ്പനിയുടെ ചരിത്രത്തിലെ ഫോർ ദി തേർഡ് കൺസിക്യൂട്ടീവ് ടൈം ആണ്. എന്താ പെർഫോമൻസ്, കൺസിസ്റ്റൻസി ആൻഡ് എക്സലന്റ് ആൻഡ് ബ്രില്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും. റിപ്പോർട്ടഡ് റവന്യൂ 127 കോടിയാണ് Q4 റവന്യൂ. റിപ്പോർട്ടഡ് റവന്യൂ YoY 16.5%, EBITDA 45.6 crores, EBITDA മാർജിൻ 35.81%. ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കൊടുത്തിരിക്കുന്നത് അല്ലേ ശരിക്കും. ഇംപ്രസീവ് മൊമെന്റം റവന്യൂ ഗ്രോത്ത് ആൻഡ് ഡ്രൈവ്സ് മാർജിൻ എക്സ്പാൻഷൻ. കമ്പനിയുടെ Q4 കഴിഞ്ഞ കൊല്ലമായിട്ടുള്ള കമ്പാരിസൺ നോക്കൂ ശരിക്കും. റവന്യൂല് 15.72% ഗ്രോത്ത്, പ്രോഫിറ്റില്
PBT 41.45% growth, PAT 45.59% growth, and margin expansion. EPS 18.83 Q4 2023 12.59 നിന്നും ഓൾമോസ്റ്റ് 50% ആണ് വേരിയൻസ് വന്നിരിക്കുന്നത്. ആൻഡ് Q4 കമ്പനിയുടെ കണ്ടന്റ് സൊല്യൂഷൻസ്, പ്ലാറ്റ്ഫോം സൊല്യൂഷൻ, ലേണിംഗ് സൊല്യൂഷൻ, ഇത് മൂന്നും Q2 ആയിട്ടുള്ള കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഹെൽത്ത് റവന്യൂ ശരിക്കും MPS ഫിനാൻഷ്യൽ 2021 ഹോൾ പെർഫോമൻസ് വൈസ് റിപ്പോർട്ടഡ് റവന്യൂ 501 കോടി ശരിക്കും റിപ്പോർട്ടഡ് റവന്യൂ ഗ്രോത്ത് 11.62%, EBITDA 156.8 crores, EBITDA margin 31.29 crores. അമേസിംഗ് ഗ്രോത്ത് ആണ്. ROCE 30.60 ഗ്രോത്ത് 60% ആണ് വന്നിരിക്കുന്നത്. ആൻഡ് കമ്പനിയുടെ ബാക്കിയുള്ള മെട്രിക്സ് ആണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക. കൂടുതൽ ഇതിൻ്റെ ഒന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ സാധിക്കും. കീ ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് Q4 ആൻഡ് ഫിനാൻഷ്യൽ 2023 ശരിക്കും. റവന്യൂ പ്ലാറ്റ്ഫോം എന്തുമാത്രം ഗ്രൂ ചെയ്തു, പെർഫോമൻസ് H1 വേഴ്സസ് H2 പെർഫോമൻസ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും. അടുത്ത കമ്പനി വെസൂവിസ് ആണ്. ബേസിക്കലി ഇത് യൂറോപ്യൻ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഫോളോ ചെയ്യുന്ന കമ്പനിയാണ്. കാര്യം Jan to December ആണ് അവരുടെ ക്വാർട്ടർ വന്നിരിക്കുന്നത്. സോ അവരിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ക്വാർട്ടർ നമുക്ക് Q4 ആണെങ്കിൽ അവർക്ക് Q1 ആണ് ശരിക്കും. അപ്പൊ അതിന്റെ പെർഫോമൻസ് നോക്കാം. കഴിഞ്ഞ മാർച്ച് 2022 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 33 എന്നുള്ളത് 55 മാർജിൻ എക്സ്പാൻഷൻ 11 to 15% ആണ് മാർജിൻ എക്സ്പാൻഷൻ. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 24 കോടിയിൽ നിന്നും ഓൾമോസ്റ്റ് ഡബിൾ ചെയ്ത് അല്ലെ 24 to 43 ആണ് ശരിക്കും വന്നിരിക്കുന്നത്. EPS 11.64 നിന്നും 21.36 കുതിച്ചു വരുന്നെന്ന് വേണം പറയാൻ സാധിക്കും. ആൻഡ് P&L അക്കൗണ്ട് ശരിക്കും കഴിഞ്ഞ കൊല്ലത്തെ P&L അക്കൗണ്ട് എടുത്താൽ മതി. ഡിസംബർ 2021 22 തമ്മിലുള്ള കമ്പാരിസൺ എടുത്തോളൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 100 to 165 crores, PBT 92 to 157, net profit 68 to 117, and EPS 33 രൂപയിൽ നിന്നും 57 രൂപ. ക്ലോസ് ടു എന്താ പറയണ്ടേ 100% അല്ലെ 90% ഗ്രോത്ത് ആണ് കഴിഞ്ഞ ഹോൾ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസിൽ വന്നിരിക്കുന്നത് ശരിക്കും. ബാലൻസ് ഷീറ്റ് അമേസിംഗ് ബാലൻസ് ഷീറ്റ് പെർഫോമൻസ് ആണ്. റിസർവ് 822 നിന്നും 876 ആയി ശരിക്കും. 876 നിന്നും 977 ശരിക്കും. ലൈബിലിറ്റി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയാൽ കുറെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കൊടുക്കും ഈ കമ്പനിയെ കുറിച്ച്. അടുത്ത കമ്പനി വാസ്കോൺ എഞ്ചിനീയേഴ്സ് ആണ്. കുറെ നാളിന് ശേഷം കമ്പനിയുടെ പെർഫോമൻസ് ബെറ്റർ ആയ ഒരു കാലമാണ്. മാർക്യൂട്ട് ക്ലൈൻസ് ആണുള്ളത്. സിപ്ല, IBM, റെഡീസ്, GMR, DLF, ഓൾ മാർക്യൂട്ട് ക്ലൈൻസ് ആ കമ്പനിക്കുള്ള. സിംബിയോസിസ്, ഗ്ലോബൽ ഹോസ്പിറ്റൽസ് ആൻഡ് വാസ്കോണിന്റെ പെർഫോമൻസ് വൈസ് കീ ബിസിനസ് മെട്രിക്സ് നോക്കെ. ടോട്ടൽ ഓർഡർ ബുക്കിംഗ് 2127 crores, ഫോമിംഗ് ഹെൽത്തി ഓർഡർ ബുക്ക് ഓഫ് 3.2x ആണ് ഫിനാൻഷ്യൽ 23 കമ്പയർ ചെയ്യാൻ നേരത്തെ. എക്സ്റ്റേണൽ EPC ഓർഡർ ബുക്കിംഗ് 1739 കോടി. റിയൽ എസ്റ്റേറ്റ് 174,209 സ്ക്വയർ ഫീറ്റ് ശരിക്കും. നെറ്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 12 കോടിയായിട്ട് ചുരുങ്ങി ശരിക്കും. ടോട്ടൽ ഡെപ്റ്റ് റീപേ ചെയ്യുന്നത് കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 79 കോടി ഡെപ്റ്റ് റീപേ ചെയ്ത് കഴിഞ്ഞു ശരിക്കും. എക്സ്പെക്ടഡ് റവന്യൂ 249 കോടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത നെക്സ്റ്റ് നിയറസ്റ്റ് ടൈമില്. ആൻഡ് എക്സിക്യൂഷൻ മൊമെന്റം ബ്യൂട്ടിഫുൾ എക്സിക്യൂഷൻ മൊമെന്റം അല്ലെ, സ്ട്രോങ് എക്സിക്യൂഷൻ മൊമെന്റം എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും കമ്പനിക്ക്. ചാർട്ടിംഗ് ടുവേഴ്സ് ഹയർ ഗ്രോത്ത് ട്രാജക്ടറി, അവർ ട്രാജക്ടറിയിലേക്ക് പോകുന്ന ഓരോ പോയിന്റും നോക്കൂ നിങ്ങൾ. റോബസ്റ്റ് ഓർഡർ ബുക്കിംഗ്, ഇംപ്രൂവ്ഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ഹൈയസ്റ്റ് ക്യാഷ് ഫ്ലോ ആൻഡ് സ്ട്രെങ്തൻ ദി ബാലൻസ് ഷീറ്റ്. P&L അക്കൗണ്ട് സ്റ്റാൻഡ് അലോൺ ആൻഡ് കൺസോളിഡേറ്റഡ് എടുത്താൽ മതി. നോർമലി നമ്മൾ കൺസോളിഡേറ്റഡ് ആണ് നമ്മൾ നോക്കുന്നത്. ടോട്ടൽ ഇൻകം 710 നിന്നും 1030 കോടി ശരിക്കും. EBITDA 75 കോടിയിൽ നിന്നും 128.01 കോടി. EBITDA മാർജിൻ 11 to 12% ആക്ച്വലി. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 35 കോടിയിൽ നിന്നും 99 കോടിയായിട്ട് കുതിച്ചു വരുന്നു ശരിക്കും. 99 crores, സംതിങ് അറൌണ്ട് 3 times ആണ് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അടുത്ത കമ്പനി പട്ടേൽ എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും. സോ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്ത കൊച്ചു കമ്പനിയാണ്, ചെറിയ കമ്പനിയാണ്. പെർഫോമൻസ് നോക്കൂ നിങ്ങൾ. ഡിസംബറിൽ 164 കോടി 381 ആയി ശരിക്കും. OPM 16 to 14%. OPMൽ ചെറിയ കോൺട്രാക്ഷൻ സംഭവിച്ചു. ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ ടാക്സ് കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റ് 31 കോടിയിൽ നിന്നും 85 കോടിയായി കുതിച്ചു വരുന്നു ശരിക്കും. അവരുടെ P&L അക്കൗണ്ടാണ് 2022 മാർച്ചിൽ 514 ആയി ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് 72 കോടിയിൽ നിന്നും 183 കോടി. ആൻഡ് EPS 1 രൂപയിൽ നിന്നും 2 രൂപ 37 പൈസ. 237% ഗ്രോത്ത് ആണ് EPS സംഭവിച്ചിട്ട്. അത് ബാലൻസ് ഷീറ്റ് നോക്കാം. റിസർവ് 2336 കോടിയിൽ നിന്നും 2211 കോടി ശരിക്കും. ആൻഡ് ബോറോയിങ്സ് 2292 നിന്നും 1770 ആയിട്ട് കുറഞ്ഞു ശരിക്കും. ഫിക്സഡ് അസറ്റ് 11812194. അടുത്ത കമ്പനി മെഗാസ്റ്റാർ ഫുഡ്സ് ആണ്. ഇതും ചെറിയൊരു കമ്പനിയാണ് മെഗാസ്റ്റാർ ഫുഡ്സ്, പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്ത കമ്പനിയാണ് ശരിക്കും കഴിഞ്ഞ കൊല്ലം.
നമ്മൾ നോക്കാൻ നേരത്തെ ഡിസംബറിനെക്കാട്ടിലും കഴിഞ്ഞ മാർച്ച് 3.26 നിന്നാണ് ശരിക്ക് ഇയർ ഓൺ ഇയർ ഹ്യൂജ് ഗ്രോത്ത് കൊടുത്ത്. ഓക്കെ, സെക്വൻഷ്യൽ ഗ്രോത്തിൽ ചെറിയ ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും മാർജിൻ എക്സ്പാൻഷൻ ഇയർ ഓൺ ഇയർ ഹ്യൂജ് ആണ് ശരിക്കും. പക്ഷേ സെക്വൻഷ്യൽ മാർജിൻ എക്സ്പാൻഷൻ 10-7 ആയിട്ട് കുറഞ്ഞെന്ന് വേണം പറയാം. ഓവറോൾ ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്ത ഒരു കമ്പനിയാണ് കഴിഞ്ഞ കൊല്ലം. കാര്യം 1.7 നിന്നാണ് 3.53 ആയത്. അതുപോലെ തന്നെ നമ്മൾ P&L കൊണ്ട് നോക്കാൻ നേരത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 കോടിയിൽ നിന്നും 10 കോടിയായിട്ട് ഡബിൾ ആയി ശരിക്കും. EPS എന്ന് പറയുന്നത് 5.27 നിന്നും 9.62 ആയിട്ട് അതും ഓൾമോസ്റ്റ് ഡബിൾ ആയെന്ന് പറയാൻ സാധിക്കും. അടുത്ത കമ്പനി സഫാരിയാണ്. നമ്മൾക്കെല്ലാം അറിയാവുന്ന കമ്പനിയാണ്. സ്കൂൾ തുറക്കാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ ബാഗ്സും ഒക്കെ കച്ചവടം ചെയ്യുന്ന കമ്പനിയാണ് സഫാരി ഇൻഡസ്ട്രീസ് ആണ് ശരിക്കും. സഫാരിയുടെ പെർഫോമൻസ് നോക്കൂ. ഡിസംബർ 2022 55 കോടിയിൽ നിന്നും 58 കോടിയായി. മാർജിൻ എക്സ്പാൻഷൻ 18-19%. ടാക്സ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് 36 നിന്നും 38 കോടി. ആൻഡ് EPS 14 നിന്നും 16 കോടിയായി ശരിക്കും. നമ്മൾ ഇയർ ഓൺ ഇയർ നോക്കുന്നത് 17 കോടിയിൽ നിന്നാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 58 ആയത് ശരിക്കും. അന്നത്തെ മാർജിൻ എക്സ്പാൻഷൻ 9-19% ആയിരുന്നു ശരിക്കും. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് 2 കോടിയിൽ നിന്നാണ് 38 കോടിയായത്. ₹1.07 നിന്നാണ് 16 രൂപ 6 പൈസയായിട്ട് EPS കുതിച്ചുയർന്നത് ശരിക്കും. P&L കൊണ്ട് അമേസിംഗ് P&L കൊണ്ട് 2021 മൈനസ് ആയിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം 56 ആയി. ഇക്കൊല്ലം 197 ആയി ശരിക്കും. ഓൾമോസ്റ്റ് 3 ടൈംസിന് മുകളിൽ 3x പെർഫോമൻസ് ആ കാഴ്ചവെച്ചിരിക്കുന്നത് അല്ലെ. EPS റിഫ്ലക്ട് ചെയ്യുമല്ലോ. 9.99 to 52.76. EPS വന്നപ്പോൾ ഓൾമോസ്റ്റ് 5 ടൈംസിന് മുകളിലായി. ക്ലോസ് ടു 6 ടൈംസ് ആയി പെർഫോമൻസ്. ആംബർ ആണ് അടുത്ത കമ്പനി. സോ ആംബർ പെർഫോമൻസ് നോക്കൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിസംബറിൽ 79, മാർച്ചിൽ 204 കോടി. എന്താ പെർഫോമൻസ് അല്ലെ, അൺബിലീവബിൾ ലെവൽ ഓഫ് പെർഫോമൻസ് ശരിക്കും. ആൻഡ് കഴിഞ്ഞ മാർച്ചിൽ എത്രയായിരുന്നു? 125 ആയിരുന്നു. അതാണ് 204 കോടിയായിട്ട് കൂടിയത്. നെറ്റ് പ്രോഫിറ്റ് 15 കോടിയിൽ നിന്നും 108 കോടിയായിട്ട് കുതിച്ചുയർന്നു ശരിക്കും. P&L അക്കൗണ്ട് 280 കോടിയിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 418 കോടിയായി ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് 114 നിന്നും 164, 50% ഗ്രോത്ത് ആണ് നെറ്റ് പ്രോഫിറ്റ് സംഭവിച്ചിരിക്കുന്നത്. EPS 32 നിന്നും 46 ആയിട്ട് കൂടി ശരിക്കും. അടുത്ത കമ്പനി EH ഹോട്ടൽസ് ആണ് ശരിക്കും. എല്ലാ ഹോട്ടൽസിന്റെ പെർഫോമൻസുകളെല്ലാം അമേസിംഗ് ആയിരുന്നു ശരിക്കും. കോവിഡ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയും കംപ്ലീറ്റ് മാർക്കറ്റും തിരിച്ചു വരുന്ന ഒരു സമയത്താണ് ഹോട്ടലിലെ പെർഫോമൻസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ശരിക്കും. കഴിഞ്ഞ ഡിസംബർ 45 കോടി, ഈ മാർച്ചിൽ 32 ആയിട്ട് അല്പം ഒന്ന് കുറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 13 ഉണ്ടായിരുന്നുള്ളൂ, അതാണ് 32 ആയത് ശരിക്കും. ആൻഡ് മാർജിൻ കഴിഞ്ഞ കൊല്ലം ഇയർ ഓൺ ഇയർ 21 എന്നുള്ള 30% ആയിട്ട് ഹ്യൂജ് ആയിട്ട് എസ്കലേറ്റ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് നാച്ചുറലി 7 കോടിയാണ് YOY, അതാണ് 26 കോടിയായിട്ട് കൂടിയിരിക്കുന്നത്. ആൻഡ് അവരുടെ P&L കൊണ്ട് നോക്കുക. 33 കോടിയിൽ നിന്നാണ് 95 കോടിയായത് ഓപ്പറേറ്റിംഗ് റവന്യൂ. 13 കോടിയിൽ നിന്നാണ് നെറ്റ് പ്രോഫിറ്റ് 65 കോടിയായത്. 5x ആണ് പെർഫോമൻസ് ശരിക്കും. അടുത്ത കമ്പനി കെയ്നസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ് ആണ്. കെയ്നസ് എന്റെ നോട്ടത്തില് ഈ 2000 കമ്പനിയുടെ ഒരു പെർഫോമൻസ് അനലൈസ് ചെയ്താല് പെർഫോമൻസ് വൈസ്, റിസൾട്ട് വൈസ് ടോപ്പ് ഒരു 15 കമ്പനിയിൽ ഒന്നായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കമ്പനിയെ കുറിച്ചുള്ള കമ്പനി ഓർവി ആണ്. സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കത് വായിച്ചു നോക്കാം. റിസൾട്ട്സ് അമേസിംഗ് റിസൾട്ട്. ഓർഡർ ബുക്ക് 26,482 million ആണ് ഓർഡർ ബുക്ക് ശരിക്കും. റവന്യൂ 11.261, എബിറ്റ 1683 million, എബിറ്റ മാർജിൻ 14.9%, 116 BPS ആണ് ശരിക്കും YOY വ്യത്യാസം വന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ കോസ്റ്റ്, PAT, നെറ്റ് ഡെപ്റ്റ് കുറയിൽ നോക്കുക. 1980 million നിന്നാണ് 473 million ആയിട്ട് ഹ്യൂജ് ആയിട്ട് ഡൗൺ ആയി ചെയ്തത്. ആൻഡ് ROC 24.2, ROE 24.9, സ്റ്റേബിൾ ROC ആൻഡ് ROE. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് സ്റ്റേബിൾ ആണ്. നെറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് 0.7 നിന്നും 0.05 ആയിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി ശരിക്കും. അപ്പൊ ഡെപ്റ്റ് ഡൗൺ ആയതിന്റെ അർത്ഥം. കൺസോളിഡേറ്റഡ് റിസൾട്ട് റവന്യൂ Q4 കൺസോളിഡേറ്റഡ് റിസൾട്ട് ആണ് 3646 million, എബിറ്റ മാർജിൻ, ഫിനാൻസ് കോസ്റ്റ്, PAT ആൻഡ് PAT മാർജിൻ. അടുത്തത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. റവന്യൂവിന്റെ, എബിറ്റയുടെ, എബിറ്റ മാർജിൻ, PATയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ശരിക്കും. അത് കഴിഞ്ഞ ശേഷം വേറെ റെപ്രസെന്റേഷൻ ആണ് ശരിക്കും റെക്കോർഡ് ഓഫ് കൺസിസ്റ്റൻസി 2020, 21, 22, 23. റവന്യൂ നോക്ക്. കഴിഞ്ഞ 4 കൊല്ലത്തിൽ റവന്യൂ 3682 നിന്നും 11261 ആയി ശരിക്കും 3x ആണ് വന്നിരിക്കുന്നത്. എബിറ്റ 413 നിന്നും 1683, എബിറ്റയില് 4x ആണ് വന്നിരിക്കുന്നത് 4 കൊല്ലത്തെ പെർഫോമൻസ്. എബിറ്റ മാർജിൻ ആൻഡ് PAT 94 നിന്നും 952, 10x over a period of 4 years. See the performance actually ശരിക്കും. സോ നാച്ചുറലി ഇങ്ങനത്തെ കമ്പനികൾക്ക് എപ്പോഴും എന്താ പറയണ്ടേ, അവരുടെ PE വാല്യൂ നോർമൽ കേസിൽ കൂടി കിടക്കാനാണ് സാധ്യത. ഞാൻ PE ചെക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് റിസൾട്ട് മാത്രം നിങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത്. ഓരോ പെർഫോമൻസും അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. ബാലൻസ് ഷീറ്റ് 2020,
21, 22, 23. ബാലൻസ് ഷീറ്റ്സ് നോക്കൂ നിങ്ങൾ. ടോട്ടൽ അസറ്റ് 2007 കോടിയിൽ നിന്നും 23 ആയപ്പം 14,187 crores ആയി ശരിക്കും. ടോട്ടൽ ലൈബിലിറ്റി 2454 നിന്നും 4152 ആയി. അസറ്റ്സിൽ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ 4x വ്യത്യാസം വന്നപ്പോൾ ലൈബിലിറ്റിയിൽ 4x വന്നിട്ടില്ല. ഈവൻ 2x പോലും വന്നില്ല ലൈബിലിറ്റിയിൽ. എക്സ്പാൻഷൻ അപ്ഡേറ്റ്സ്, ബ്യൂട്ടിഫുൾ അപ്ഡേറ്റ്സ് ആണ്. മാനേജർ പ്ലാനിലെ അപ്ഡേറ്റ്, ചാമറാജക്കാർ അപ്ഡേറ്റ്, പൂനെ പ്ലാനിലെ അപ്ഡേറ്റ്, അപ്ഗ്രേഡേഷൻ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ്, മൈസൂരിലെ ഡീറ്റെയിൽ അനാലിസിസ് ആണ് അവർ കെയ്ൻസ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമറിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അവർ ചെയ്തിരിക്കുന്നത് ശരിക്കും. ലാസ്റ്റ് കമ്പനി ടാൽബ്രോസ് ആണ് ശരിക്കും. ടാൽബ്രോസ് ഓട്ടോമൊബൈൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ടാൽബ്രോസിന്റെ ഓർഡർ റിസീവ്ഡ് ആയിട്ടുള്ള 420 crores ഓർഡർ ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. 150 crores ഓർഡർ റിസീവ് ചെയ്ത ത്രൂ ഇറ്റ്സ് JV ആണ് ശരിക്കും. ആൻഡ് സീ ദി പെർഫോമൻസ് ആണത് ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. Q4 ഫിനാൻഷ്യൽ സീക്വൻഷ്യലാണ് പെർഫോമൻസ് ശരിക്കും. ഇയർ ഓൺ ഇയർ ആണ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. 2022 Q4 149 crores ആണ് ടോട്ടൽ ഇൻകം. അത് 176.9 ആയി. EBITDA 22 നിന്നും 26.8 ആയി. PAT 12.6 നിന്നും 6.9 ആയി. ആൻഡ് സീ ദി പെർഫോമൻസ് 2022 23 തമ്മിലുള്ള പെർഫോമൻസ്. റവന്യൂവില് 12%, EBITDA 12%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 24%. ആൻഡ് Q4 കൺസോളിഡേറ്റഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഓരോ ഡിവിഷനിലെയും കൺസോളിഡേറ്റഡ് പെർഫോമൻസ് ആണ് ഇതിന്റെ കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് സീ ദി സ്ട്രോങ് ബാലൻസ് ഷീറ്റ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയാൻ 20 basis point കൂടി. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 16.3 നിന്ന് 16.6 ആയി. ഡെപ്റ്റ് 0.29 നിന്ന് 0.24 ആയിട്ട് കുറഞ്ഞു ശരിക്കും. ആൻഡ് കൺസോളിഡേറ്റഡ് P&L അക്കൗണ്ട് ആണ്. റവന്യൂ ഫ്രോം ഓപ്പറേഷൻ വ്യത്യാസം വന്ന് നോക്കും. 12% ആണ്. EBITDA 12% ആണ്. EBIT 16% ആണ്. PAT 20% ആണ്. ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 24%. PBTയും PATയും തമ്മിൽ 1% വ്യത്യാസമേ വന്നിട്ടുള്ളൂ ശരിക്കും. ആൻഡ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബ്യൂട്ടിഫുൾ ക്യാഷ് ഫ്ലോ ആണ് ശരിക്കും. ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസ് 2022 58.7 CR ആയിരുന്നു. അത് 56.6 CR ആയിട്ട് കൂടി. അതാണ് നമ്മൾ ബേസിക്കലി നമുക്ക് അത്യാവശ്യപ്പെടേണ്ട സംഗതി. ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻ ഭയങ്കരമായിട്ട് 51.5 വന്നു. സംതിങ് അറൗണ്ട് എന്താ പറയണ്ടേ 10% മേളിൽ ഗ്രോത്ത് വന്നു. ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ ആക്ച്വലി. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ സ്റ്റോക്കുകൾ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീഡിയോയിൽ തുടങ്ങിയ പോയിന്റ് തന്നെയാണ് പറയുന്നത്, സ്മോൾ ക്യാപ്സ് ആണ്. ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ശരിക്കും നിങ്ങളുടെ ഇവാലുവേഷനിൽ നടത്തിയിട്ട് നിങ്ങൾക്ക് ചേരുന്ന എന്ന് തോന്നുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് ശരിക്കും. ഞാൻ കുറേ സ്റ്റോക്കുകളുടെ ഇവാലുവേഷൻ ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ശരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ആ ഹോൾ ഡേറ്റാബേസിൽ നിന്ന് ബെസ്റ്റ് സ്റ്റോക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. സൈനിങ് ഓഫ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.